മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു പുതിയ ദിവസം നമ്മൾ കാണുകയാണ്. ഒരു പുതിയ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കണ്ണുകളെല്ലാം തുറന്ന്, കാതുകളെല്ലാം തുറന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് തയ്യാറാകുന്ന നിമിഷം. ഈ പ്രഭാതത്തിൽ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു നിമിഷമായിട്ട് നമുക്ക് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയെ നമുക്ക് കാണാം. ഓൺലൈൻ ശുശ്രൂഷ, നിങ്ങൾ എന്നെ കാണുമ്പോൾ, ദൈവം നിങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, അത് സ്വർഗീയ അനുഭവമായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ പുലരി ദൈവം അതിനായിട്ട് നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. ഇന്നേ ദിവസം നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തോട് നന്ദി പറയാം. കഴിഞ്ഞ രാത്രിയിൽ നമ്മെ കാത്ത് സംരക്ഷിച്ചതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. അതുപോലെ തന്നെ നമുക്ക് ദൈവം ഒരു പുതിയ പ്രഭാതവും ഒരു പുതിയ ദിവസവും നൽകിയതിനോർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കാണുവാനായിട്ട്, ലോകത്തെ അനുഭവിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയതാണ്. അതും വിശുദ്ധിയിലും വിശ്വാസത്തിലും അടിയുറച്ചുകൊണ്ട് ദൈവത്തിലേക്ക്, ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ട ഒരു ദിവസം. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും സമർപ്പിക്കാം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുന്നേറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാ കുറവുകളെയും നീക്കിക്കൊണ്ട് നിറവിലേക്ക് നയിക്കുന്ന പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ഈ ദിവസം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നമുക്കൊരിക്കൽ കൂടി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നമുക്ക് ഇന്ന് ഒരു നിയോഗം തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന, കെട്ടിട നിർമ്മാണങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ തൊഴിലാളികളെയും നമുക്കൊന്ന് സമർപ്പിക്കാം. ഒത്തിരിയേറെ വ്യക്തികൾ നമ്മുടെ ഈ വികസനത്തിന് വേണ്ടി, നാടിൻ്റെ വികസനത്തിന് വേണ്ടി, നാടിൻ്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. ഒത്തിരി തൊഴിലാളി മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ചുറ്റുപാടും ഇന്നൊക്കെ ഒത്തിരി പേര് ഇതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ജോലിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വ്യക്തികൾ, ജോലിക്ക് പോകുന്ന വ്യക്തികൾ, അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ഇവരെല്ലാവരെയും ദൈവമേ ഒത്തിരിയേറെ കഠിനാധ്വാനം ചെയ്ത് ഈ ദേശത്തെ പടുത്തുയർത്തുവാനായിട്ട്, വികസന മേഖലയിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്ന ആ വ്യക്തികളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു നിമിഷമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് വചനം നമ്മിൽ ശക്തി പ്രാപിക്കുക. വചന ശക്തി പ്രാപിച്ചാൽ മാത്രമാണ് അത് ആഴത്തിൽ വേരൂന്നി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട്, അത് പ്രവൃത്തി പദങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട്, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതിനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉത്തേജിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ
ഞങ്ങൾ ഉണർവോടുകൂടി വചനം കേൾക്കുവാനും ആ ഉണർവോടുകൂടി ഞങ്ങളുടെ ജീവിതങ്ങളെ പടുത്തുയർത്തുവാനും പ്രവൃത്തി പദങ്ങളിലേക്ക് നന്മയാകുന്ന പ്രവൃത്തികളെയൊക്കെ കൊണ്ടുവരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരം ലഭിച്ചുകൊണ്ട് തന്നെ നമുക്ക് വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വചനം ഇന്ന് നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മൾ ഇന്നത്തെ ചിന്തയായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ചിന്ത തന്നെയാണ്. മനുഷ്യൻ്റെ ചിന്തയാണോ ദൈവിക ചിന്തയാണോ നമ്മൾ പലപ്പോഴും പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നമ്മളൊക്കെ പലപ്പോഴും പറയുക മാനുഷിക ചിന്തയാണ് നമ്മളൊക്കെ പ്രകടമാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത്. നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ശിഷ്യനോട് പറയുന്നുണ്ട്, നിൻ്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല എന്ന് പറയുന്നത്. സാത്താനെ നീ ദൂരെ പോവുക എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് അത് പറയുന്നത്? ദൈവം തൻ്റെ പ്രവൃത്തികൾ, അതായത് വരാൻ പോകുന്ന ചിന്തകളെല്ലാം പങ്കുവെച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട്, ശിഷ്യന്മാർക്ക് അതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് അവർ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുകയാണ്, അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, സംഭവിക്കുക തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു ചിന്തയാണ്. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു പോകുന്ന വ്യക്തികളാണ്. അതിൻ്റെ ഇടയ്ക്ക് രോഗം വന്നു, സാമ്പത്തിക കടബാധ്യത വന്നു, അല്ലെങ്കിൽ ഒരു കഷ്ടവും ദുഃഖവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു, ഒരു അപകടം വന്നു. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം എന്തുകൊണ്ട് എനിക്ക് ഈ പ്രവൃത്തി വന്നു, അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് ഇത് എനിക്ക് വരുത്തി വെച്ചു, എന്തുകൊണ്ട് ഈ തിന്മ വന്നു, എന്ത് ഈ അപകടം വന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന വ്യക്തികളാണ്. എന്ത് കഷ്ടകാലമാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ദൈവം തന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ചിന്തയാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു കേൾക്കുന്നുണ്ട്, 33-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനം നമ്മളിങ്ങനെ കേൾക്കുന്നത്, നിന്നെക്കുറിച്ച് എനിക്കൊരു ചിന്തയുണ്ട്, അത് അവസാനം വരെയുള്ള ചിന്തയാണ്, അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത ചിന്തയാണെന്നാണ് പറയുന്നത്. നിന്നെക്കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്, അത് ശാശ്വതമായ പദ്ധതിയാണ്, ശാശ്വതമായ ചിന്തയാണ്, അവസാനം വരെ നിലനിൽക്കുന്ന ഒരു ചിന്തയാണ്. ദൈവത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന ചിന്ത അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാലോ വളരെ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ജെറമ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, 29-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നാശത്തെപ്പറ്റിയല്ല, മറിച്ച് ക്ഷേമത്തെക്കുറിച്ചുള്ളൊരു പദ്ധതിയാണ്. ഭാവിയുടെ ശോഭമായൊരു ഭാവി, പ്രത്യാശ നൽകുന്നൊരു ഭാവി അത് നിങ്ങളിലുണ്ട്. അതിനെ പറ്റിയുള്ള ഒരു ചിന്തയാണ് ദൈവിക ചിന്ത എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ വന്നു പോകുന്ന ഓരോ അനർത്ഥങ്ങളും, അതിൽ വന്നു പോകുന്ന ഓരോ കഷ്ടപ്പാടുകളും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. നമുക്കറിയാലോ ഒരു മീൻ എങ്ങനെയാണ് ജീവിക്കുന്നത്. മീൻ പലപ്പോഴും വെള്ളത്തിൻ്റെ ഒഴുക്കിനൊപ്പം നീങ്ങുന്ന മീനല്ല. അങ്ങനെ നീങ്ങുന്ന ഒരു മീനാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചത്ത മീനായിരിക്കും. നമ്മുടെ ജീവിതത്തിലൊക്കെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുക എന്നുള്ളതിലല്ല നമ്മൾ ആഗ്രഹം കണ്ടെത്തേണ്ടത്, അതിലല്ല സുഖം കണ്ടെത്തേണ്ടത്. ഇന്നത്തെ കാലത്ത് അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ ലോകത്തിൻ്റെ സുഖം, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകളും അല്ലെങ്കിൽ അതിൻ്റേതായ സുഖങ്ങളും സുഖലോലുപതകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ലോകത്തിൻ്റേതായ ഒഴുക്കിൽ ഇങ്ങനെ പെട്ട് നമ്മൾ പോവുകയാണ്. അവിടെ ദൈവികമായ ഒരു പദ്ധതി ഇല്ല എന്നുള്ളതാണ്. ദൈവികമായ പദ്ധതി ചിലപ്പോൾ ചെറിയ സഹനമായിരിക്കാം, ചിലപ്പോൾ കഷ്ടപ്പാടുകളായിരിക്കാം, ചിലപ്പോൾ ദുരന്തങ്ങളായിരിക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. ആ മീൻ എങ്ങനെയാണ് വെള്ളത്തിന് എതിരെ നീങ്ങുന്നത്, വെള്ളത്തിന് ഒഴുക്കിനൊപ്പമല്ല നീങ്ങുന്നത്, വെള്ളത്തിന് ഓപ്പോസിറ്റ് നീങ്ങുവാനായിട്ട്, വെള്ളം വരുന്നതിന് ഓപ്പോസിറ്റ് നീങ്ങുവാനായിട്ട് പരിശ്രമിക്കുക. അവിടെയാണ് അത് ഇരയെ കണ്ടെത്തുന്നത്, അവിടെയാണ് അതിൻ്റെ കഷ്ടതകളുള്ളത്, അവിടെയാണ് അതിൻ്റെ ജീവിതം എന്ന് പറയുന്നത്.
കഷ്ടതയുടെ നടുവിലും അല്ലെങ്കിൽ എല്ലാ സമയത്തും നമ്മൾ പാടേണ്ടത് ഹല്ലേലൂയ പാടുക എന്നുള്ളതാണ്. സന്തോഷമായിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇത് നമ്മൾ ഉൾക്കൊള്ളാതെ നമ്മൾ പോവുകയാണ്. ദൈവിക ചിന്ത നമുക്ക് മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അപാകതയായിട്ട് നമ്മൾ മാറുക. ദൈവത്തിൻ്റെ ചിന്ത, യേശു അവസാന നാളുകളിൽ ഇത് തന്നെ പറയുന്നുണ്ടല്ലോ, എൻ്റെ ചിന്തയല്ല കർത്താവേ, നിൻ്റെ ചിന്ത, അതായത് നിൻ്റെ ഹിതം, നീ എന്തു ചിന്തിക്കുന്നുവോ അത് എന്നിൽ നിറവേറണം. അതാണ് യഥാർത്ഥ ഒരു വിശ്വാസിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ട ഒരു നല്ല ജീവിതം എന്ന് പറയുന്നത്, നല്ല ചിന്ത എന്ന് പറയുന്നത്. തമ്പുരാന് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. നമ്മൾ ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചിന്ത ഇത് തന്നെയാണ് നമ്മുടെ ആവേണ്ടത്. എങ്ങനെയാണ് എൻ്റെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത്? ദൈവിക ചിന്തയുമായി ചേർന്ന് പോകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് സാധിക്കാതെ വരുന്നത്? നമ്മുടെ സുഖലോലുപതകൾക്ക് വിപരീതമായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരുന്നു. അതായത് കുറച്ച് കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. സുഖങ്ങളില്ലാത്തൊരു ജീവിതമായിരിക്കാം, സഹനങ്ങളുടെ ഒരു ജീവിതമായിരിക്കാം. അതാണ് നമുക്ക് പലപ്പോഴും ഈ സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകാതാവുമ്പോൾ നമ്മൾ പലപ്പോഴും നോക്കുന്നത് അതൊന്നും വേണ്ട, നമുക്ക് എവിടെയാണ് സന്തോഷം കിട്ടുക, എവിടെയാണ് ഈസി ഗോയിങ് ആയിട്ടുള്ളത് എന്ന് നോക്കിക്കൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ജോബിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം എങ്ങനെയാണ് ജോബ് ജീവിച്ചത് എന്നുള്ളത്. അവിടെ പറയുന്നുണ്ട്, നിനക്ക് ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അവൻ ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നത്. തൻ്റെ ജീവിതത്തിൽ ദൈവം പറയുകയാണ്, നിനക്ക് എന്നെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടു, എന്നെക്കുറിച്ചുള്ള വിചാരം നഷ്ടപ്പെട്ടു. പലപ്പോഴും കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിചാരുന്ന വ്യക്തികളാണ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ഞാൻ കൗൺസിലിങ്ങിൽ ഇരിക്കുമ്പോൾ കേൾക്കാറുണ്ട്, ദൈവം എന്നുള്ളത് ഒരു പ്രത്യാശ കിട്ടാതെ പോകുന്ന ഒരവസ്ഥയാണ്. എത്രയോ പ്രാർത്ഥിച്ചു, പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയില്ല. എത്രയോ പ്രാർത്ഥിച്ചു, പ്രത്യാശയ്ക്ക് വകയില്ല. എല്ലാം ഒരു നിരാശയിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതെല്ലാം നമ്മുടെ ചിന്തയിൽ നിന്ന് രൂപപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കി. ദൈവം നമുക്ക് വേണ്ടി എല്ലാ പ്ലാനും എല്ലാം ശരിയാക്കി വെച്ചിരിക്കുക. ചിലപ്പോൾ ഒരു അപകടം ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ നമ്മളൊരു ഭിന്നശേഷി ആവുമായിരിക്കാം, ചിലപ്പോൾ ഒരു നമുക്ക് സാമ്പത്തിക ക്രൈസിസ് നമുക്ക് വന്നിരിക്കാം, ചിലപ്പോൾ നമുക്ക് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവുമായിരിക്കാം. അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു പ്രവൃത്തി നമുക്കുണ്ടാകണം. പലപ്പോഴും ചില വ്യക്തികളൊക്കെ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ വാ തുറക്കുള്ളൂ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. കള്ള് കുടിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലിരിക്കുന്ന നെഗറ്റീവ്സൊക്കെ പുറത്തു വരും. അപ്പോഴാണ് അവൻ എല്ലാം വിളിച്ചു പറയാനായിട്ട് തയ്യാറാകുന്നത്. അവിടെയാണ് കലഹം മൂക്കാനായിട്ട് തയ്യാറാകുന്നത്. അവിടെ ഒരു കൺട്രോൾ ഇല്ലാത്ത ലൈഫായിട്ട് മാറുന്നത്. പലപ്പോഴും നമ്മളൊക്കെ സുഖത്തിൻ്റെ ലഹരിയിൽ അതിൽ മുഴുകിക്കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരായിട്ട് മാറുകയാണ്. മദ്യപാനം എന്നുള്ള ഒരു ലഹരി വേണമെന്നില്ല. സുഖത്തിൻ്റെ ലഹരിയിൽ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകൾ വിളിച്ചു പറയാനായിട്ട്, കലഹത്തിലേക്ക് നയിക്കുന്ന വാക്കുകൾ വിളിച്ചു പറയാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അതായത് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അവിടെ സ്വാർത്ഥതയില്ലെങ്കിൽ, പാപമില്ലെങ്കിൽ നമ്മളൊക്കെ ദൈവിക ചിന്തയ്ക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന അതാണ്, എൻ്റെ ചിന്തയോടൊപ്പം നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട്. ആ ശിഷ്യന്മാരോട് ദൈവം പറയുന്നത്, സാത്താനെ നീ ദൂരെ പോവുക, നിൻ്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല എന്നാണ് പറയുന്നത്. മാനുഷികമായിട്ടല്ല നീ ചിന്തിക്കേണ്ടത്. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളും ഈ ലോകത്തിൻ്റെതായ വ്യാപാരങ്ങളായിരിക്കും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. മറിച്ച് അതും വിട്ട് നീ ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ടാണ് നിന്നെ നിർമ്മിച്ചിരിക്കുന്നതും നിനക്ക് ലക്ഷ്യമായിട്ടുള്ളതും. നിൻ്റെ ദൗത്യം അതാണ് എന്നുള്ളതാണ്. നീ ഈ ലോകത്ത് ജീവിച്ച് നിൻ്റേതായ സുഖലോലുപതയിൽ ജീവിച്ച് ഈ ലോകത്തിൽ മണ്ണടിയാനായിട്ടുള്ളതല്ല ദൈവം നമ്മെ ദൗത്യം തന്നത് വിട്ടിരിക്കുന്നത്. മറിച്ച് ഈ ലോകത്തിലായിരുന്നുകൊണ്ട്, ഈ ലോകത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട്, ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിലേക്ക് ഒരു വഴി കാട്ടുവാനായിട്ട് നിന്നെ അയച്ചിരിക്കുക. നമ്മൾ ഓരോരുത്തരെയും അയച്ചിരിക്കുക. ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, എന്നെ അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊന്ന് ധ്യാനിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക. എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്? എൻ്റെ സുഖത്തിൽ ജീവിക്കുവാനായിട്ടാണോ? നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖലോലുപതയിൽ കിടന്നുറങ്ങി നമുക്ക് പറ്റാവുന്ന തിന്മകളെല്ലാം ചെയ്ത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പീഡനങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെയ്ത് അത് ദൈവത്തിൻ്റേതാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ജീവിക്കാനായിട്ടാണോ? അതോ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാനാണോ? കുറച്ച് സഹനങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അവരിന് വേണ്ടി ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക.
യേശു പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന്. ഓരോരുത്തരും പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാനായിട്ടാണ് പറയുന്നത്, സ്നേഹിക്കാനായിട്ടാണ് പറയുന്നത്, ജീവിതം പങ്കുവയ്ക്കാനായിട്ടാണ് പറയുന്നത്, സഹകരിക്കാനായിട്ടാണ് പറയുന്നത്. നിൻ്റെ സഹനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിച്ചത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സഹിക്കുവാനായിട്ട് തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്ത നമുക്ക് ദൈവികമാണോ എന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം ദൈവികമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവികമായിട്ട് മാറ്റുവാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കാം. ഇന്ന് അതിനു വേണ്ടിയിട്ട് നമ്മളൊന്ന് തയ്യാറാകാം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് ഒന്ന് സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നെഞ്ചോട് നമ്മുടെ കൈ ചേർത്ത് വെച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവമേ, എൻ്റെ ചിന്തകളെല്ലാം ഇത്ര നാളും എൻ്റേതായിട്ട് മാറുകയായിരുന്നല്ലോ, നിൻ്റേതല്ലാതായി മാറുകയാണല്ലോ ചെയ്തത്. ഇന്നു മുതൽ ഞാൻ നിൻ്റേതായി മാറുകയാണ്. നിൻ്റെ ചിന്തയിലൂടെ വ്യാപരിക്കുവാനായിട്ട്, നിൻ്റെ ചിന്തയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് എന്നെ ശക്തനാക്കണമേ. ഇന്നത്തെ ദിവസം അതിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമ്മുടെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭവനത്തിലായിരിക്കുന്ന, നമ്മുടെ ചുറ്റുവട്ടമായിരിക്കുന്ന വിദ്യാർത്ഥികളെയും കൊച്ചുകുട്ടികളെയും അവരുടെ പഠന മേഖലകളെയും യുവതി യുവാക്കന്മാരെയും അവരുടെ സ്കൂളുകളെയും സ്കൂളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളെയും നമുക്ക് ഈ നിമിഷം ഒന്ന് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരുടെ എല്ലാ നിയോഗങ്ങളെയും തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമുക്ക് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും ഒരിക്കൽ കൂടി തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബാംഗങ്ങളെ, അവരുടെ നിയോഗങ്ങളെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചന കൂടാരങ്ങളിലും മരിയ കൂടാരങ്ങളിലൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും അവരാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെയൊക്കെ പ്രാർത്ഥനകളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അവരോരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, അവരുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ എല്ലാ വിശുദ്ധന്മാരെയും നമുക്ക് ഈ ഒരു നിമിഷം ഓർക്കാം. നമ്മുടെ കാവൽ മാലാഖമാരെ നമുക്കൊന്ന് ഓർക്കാം. സകല വിശുദ്ധരെയും സകല മാലാഖമാരുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ ജീവിതത്തിൽ, നമ്മുടെ ഈ ദിവസത്തിൻ്റെ ഈ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ട് ഇവരുടെയൊക്കെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. ഇടവകയിലുള്ള എല്ലാ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും വികാരി അച്ഛനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനായിരിക്കുന്ന വിശുദ്ധരെ നമുക്കൊന്ന് ഓർക്കാം. അവരുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. തീർച്ചയായിട്ടും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ, കുർബാനയിലൂടെ, കുടുംബ പ്രാർത്ഥനയിലൂടെ ഒക്കെ നമുക്ക് നേടുന്നുണ്ട്. എങ്കിലും ഈ ഒരു നിമിഷം ഈ പ്രഭാതത്തിൽ അവർക്കും കൂടി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടുകയാണെങ്കിൽ തീർച്ചയായും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. ഒരു നല്ല ദിവസമായിട്ട് അത് മാറുകയും ചെയ്യും. നമുക്കതിനായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം നമുക്ക് ആരംഭിക്കാം. നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനീശുനാഥാ നീ അരികിലെത്തുമോ? കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനീ
കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനാ തീയണയ്ക്കാനായി പ്രിയനേശുനാഥാ നീ അരികിലെത്തുമോ? ഹൃദയം നുറുങ്ങി ഞാൻ പാടിടുന്നു, കേൾക്കുന്നുവോ എൻ ആത്മഗതങ്ങൾ? കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനേശുനാഥാ നീ അരികിലെത്തുമോ? ഇന്നേ ദിവസം നമുക്ക് ദൈവത്തിൻ്റെ ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ആശീർവാദം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം തന്നെ നമുക്ക് ആരംഭിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ഒരു വലിയ അഭിഷേകമുള്ള ഒരു ദിനമായിട്ട് മാറുവാനായിട്ട് സാധിക്കേണ്ടത്. ആ ത്രിത്വൈക ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി അടങ്ങുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ്. സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ പാപ്പായുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് സകല കർദിനാൾമാരോടും സകല മെത്രാന്മാരോടും സകല മെത്രാപോലിത്തന്മാരോടും സകല പുരോഹിതന്മാരോടും സന്യാസിനികളോടും ചേർന്ന് നിന്നുകൊണ്ട് ആത്മീയ ഐക്യത്തിലായിരുന്നുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ വലിയ ശ്ലൈഹിക ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല പുലരിയാണ്, നല്ലൊരു പ്രഭാതമാണ് ഇന്ന് ദൈവം നമുക്ക് നൽകിയത്. ഒരു നല്ല അഭിഷേകമുള്ള ഒരു ദിവസമായിട്ട് നമുക്ക് മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റ് പ്രവൃത്തികളിലേക്ക് വലിയ സാക്ഷ്യമായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഇന്നേ ദിവസത്തിൻ്റെ ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.